ഈ അടുത്ത് സോറി റോബർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന ഫോട്ടോയാണ് ഈ പാവയുടേത്. ശരിക്കും ആരാണ് റോബർട്ട്, എന്താണ് റോബർട്ടിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കീ വെസ്റ്റിലെ ഒരു പ്രധാന കുടുംബത്തിലെ കുട്ടിയായി റോബർട്ട് യുജീൻ ഓട്ടോ ജനിച്ചു. എല്ലാ കുട്ടികളെയും പോലെ കളിയും ചിരിയും ഒക്കെയായിരുന്നു അവന്റെ കുട്ടിക്കാലം. അങ്ങനെ 1904 അവന് പിറന്നാൾ സമ്മാനമായി അവന്റെ അപ്പൂപ്പൻ ജർമ്മനിയിൽ നിന്ന് പ്രമുഖ പാവ നിർമ്മാണ കമ്പനിയായ സ്റ്റീവ് കമ്പനിയുടെ ഒരു ആൺപാവ സമ്മാനമായി കൊടുക്കുന്നു. തന്റെ അത്രയും വലിപ്പമുള്ള ഒരു പാവ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഓട്ടോ. ആ പാവയെ റോബോട്ട് എന്ന് പേരിട്ട് തന്റെ സ്വന്തം കളിക്കൂട്ടുകാരനായി ഓട്ടോ കാണാൻ തുടങ്ങി. നാവിക വേഷം ധരിക്കാൻ ഇഷ്ടമുള്ള ഓട്ടോ അവന്റെ സ്വന്തം റോബർട്ടിനും നാവിക വേഷമായിരുന്നു ധരിപ്പിച്ചത്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ഓട്ടോയുടെ വീട്ടിലെ സാധനങ്ങൾ പതിയെ സ്ഥലം മാറി വേറെ സ്ഥലത്ത് എത്തിപ്പെടാനും ഒരുപാട് ഗ്ലാസ് പാത്രങ്ങളും കളിപ്പാട്ടങ്ങളും തനിയെ പൊട്ടിപ്പോകാനും തുടങ്ങി. ഇതൊക്കെ ഓട്ടോയുടെ രക്ഷിതാക്കൾ മകനാണ് ചെയ്യുന്നതെന്ന് കരുതി അവനെ കുറ്റപ്പെടുത്തി. പക്ഷേ ഓട്ടോ താനല്ല, റോബർട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതൊക്കെ നിഷേധിച്ചു. അങ്ങനെ ഒരു രാത്രി ഓട്ടോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമ്പോൾ അവന്റെ കാലിലായി റോബോട്ട് ഇരിക്കുന്നു. പെട്ടെന്ന് അവന്റെ റൂമിലെ എല്ലാ വസ്തുക്കളും ഭൂകമ്പം വന്ന പോലെ താഴേക്ക് വീണു. കളിപ്പാട്ടങ്ങളൊക്കെ തെറിച്ച് നിലത്ത് വീഴുകയും പിന്നീട് വായുവിലേക്ക് പറന്ന് കൂട്ടിയിടിക്കുകയും ചെയ്തു. കസേരകളും മേശയും ഒക്കെ തെറിച്ചു പോകുന്ന ശബ്ദവും നിലവിളിയും കേട്ട് ആരെങ്കിലും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതാണോ എന്ന് പേടിച്ച ഓട്ടോയുടെ മാതാപിതാക്കൾ ഓടി വന്ന് റൂം തുറക്കുമ്പോൾ കാണുന്നത് ചിന്നി ചിതറി കിടക്കുന്ന വസ്തുക്കളും ഒരു സൈഡിൽ പേടിച്ചിരിക്കുന്ന ഓട്ടോയെയും കിടക്കയിൽ ഒന്നും സംഭവിക്കാതെ ഇരിക്കുന്ന റോബർട്ടിനെയുമാണ്. റോബർട്ട് ദേഷ്യപ്പെടുന്ന കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓട്ടോ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം ഓട്ടോ റോബർട്ടിനോട് വല്ലാതെ അടുക്കാൻ തുടങ്ങി. യഥാർത്ഥ മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. ഓട്ടോയുടെ മുറിയിൽ നിന്ന് ഓട്ടോയ്ക്ക് വേറെ ശബ്ദത്തിൽ ആരോ മറുപടി കൊടുക്കുന്നത് അവന്റെ വീട്ടുകാർ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് റോബർട്ട് ആണെന്നാണ്. വീട്ടിലെ പ്രശ്നം പുറത്തും എത്തി. ഓട്ടോ സ്കൂളിൽ പോകുമ്പോൾ റോബർട്ട് ജനാലക്കരികിൽ പ്രത്യക്ഷമാകും. ഒരിക്കൽ റോബർട്ടിനെ അവിടെ കണ്ടവർ പിന്നീട് നോക്കുമ്പോൾ കാണില്ല. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഓട്ടോ വിവാഹം കഴിച്ചു, വീട് മാറി. ഓട്ടോ റോബർട്ടിന് വേണ്ടി വീടിന്റെ മച്ചിൽ ഒരു മുറി തന്നെ ഉണ്ടാക്കി. റോബർട്ടിന് വേണ്ടി ഒരു ടെഡി ബിയറിനെ അവിടെ വെച്ചു. ഓട്ടോയുടെ ഭാര്യയുടെ അഭിപ്രായം കാരണം അത് പൂട്ടിയിട്ടു. പക്ഷേ ഇതുകൊണ്ടൊന്നും റോബർട്ട് അടങ്ങിയില്ല. വീടിന്റെ ചില സ്ഥലങ്ങളിൽ റോബർട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ വീട്ടിലെ വസ്തുക്കൾ നിലത്ത് വീണ് ഉടയാൻ തുടങ്ങി. അതിഥികളുടെ റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവരുടെ കാലിൽ റോബോട്ട് വന്നിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. 1974 ഓട്ടോ മരണപ്പെട്ടു. ആ വീടും റോബർട്ടും മിൽട്ടർ റൂട്ടർ എന്നയാൾക്ക് വിൽക്കപ്പെട്ടു. 20 കൊല്ലം റോബർട്ട് അയാളുടെ കൈവശമായിരുന്നു. 1994 കീ വെസ്റ്റിലെ തന്നെയുള്ള ഈസ്റ്റ് മാർട്ടല്ലോ മ്യൂസിയത്തിലേക്ക് റോബർട്ടിനെ സംഭാവനയായി നൽകുമ്പോൾ തന്നെ റോബർട്ടിന്റെ ചരിത്രം മ്യൂസിയം അധികൃതരോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് കാര്യമാക്കാതെ അവർ റോബർട്ടിനെ പ്രദർശിപ്പിച്ചു. പക്ഷെ അവിടെയും പ്രശ്നങ്ങളായിരുന്നു ബാക്കി. പ്രദർശന വസ്തുക്കളൊക്കെ നിലത്ത് വീണ് തകരാൻ തുടങ്ങി. ഇടയ്ക്ക് ആരുടെയൊക്കെയോ സംസാര ശബ്ദം, കാലടി ശബ്ദങ്ങൾ കേൾക്കാം. അങ്ങനെ മ്യൂസിയം അധികൃതർ റോബർട്ടിനെ ചില്ലുകൂട്ടിലാക്കി പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും റോബർട്ടിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ക്യാമറ വർക്കാവുന്നില്ല. റോബർട്ടിനെ കണ്ടവർക്ക് പലർക്കും ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചു എന്നൊക്കെ ഒരുപാട് പറയപ്പെടുന്നു. ദിവസേന 3 കത്തുകളെങ്കിലും റോബർട്ടിന് വരും. ഭൂരിഭാഗം കത്തുകളും റോബർട്ടിന്റെ ശാപം ഇല്ലാതാവാൻ ക്ഷമാപണ കത്തുകളും പിന്നെയുള്ളവ റോബോട്ടിനോട് ഉപദേശങ്ങൾ തേടിയും ശത്രുക്കൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയുള്ള കത്തുകളുമാണ്. പ്രേതമില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവർ ഇതൊരു കെട്ടുകഥയാണെന്ന് പറയാം. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്നത് ഇന്നും നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നു.